ഒരു കച്ചേരി നടത്തുകയാണ്. കച്ചേരി തുടങ്ങി കുറച്ച് സമയമായപ്പോഴേക്കും കുറേശ്ശായിട്ട് മഴ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ തുള്ളിത്തുള്ളിയായി. സംഘാടകർക്ക് ഭയമായി. എന്തു ചെയ്യുമെന്നറിയാതെ ഇവരുടെ കാതിൽ എന്തു ചെയ്യും, മഴ വരാൻ പോകുന്നു എന്ന് ശ്രീമതി സുബ്ബലക്ഷ്മിയോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കവലപ്പെടാതുങ്കോ തമിഴിൽ ഞാൻ പാത്തുക്കറേൻ. എന്നിട്ട് അവർ കച്ചേരി നിർത്തിയിട്ട് മുകളിലേക്ക് നോക്കി മുരുഹ എന്നൊരു വിളി വിളിച്ചു. അപ്പം തുടങ്ങിയ മഴ 3 ദിവസത്തേക്ക് നിന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സ്റ്റേജിലെ പ്രോഗ്രാമിലൊന്നും വന്ന് ഇടപെടാൻ പറ്റില്ല. സ്റ്റേജിൽ പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആൾക്കാരുടെ പരിശ്രമം പോലിരിക്കും. ഞങ്ങൾ കുറച്ച് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ മാറിയെന്ന് നിങ്ങളിങ്ങനെ മാറിയെന്നിട്ടുള്ളതല്ല. നിങ്ങളുടെ അനുഭാവപൂർവമായ ഒരു മനസ്സ് ഈ പ്രോഗ്രാമിനോട് ഉണ്ടായാൽ എല്ലാം വിജയിക്കും. ഒരു മനോഹരമായ ഒരു സായാഹ്നം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സഹന സമരത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹത് വ്യക്തിയാണ് രാഷ്ട്രപിതാവായ നമ്മുടെ മഹാത്മജി. മഹാത്മജിയോടുള്ള ആദരസൂചകമായി നമ്മുടെ രാജ്യത്ത് പല വ്യക്തികളും സംഘടനകളും വിവിധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു പഞ്ചായത്തിൽ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഒരു വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാനുള്ള പരിപാടിയിലാണ്. പഞ്ചാരക്കുന്ന് പഞ്ചായത്തിലെ ഈ എളിയ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര, മഹാത്മജിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായിട്ടും ഒരുക്കങ്ങളൊന്നും റെഡിയായില്ലേ? സതീശേടാ, എന്തോ ഇവിടെ മാലയൊക്കെ പണക്കൊക്കെ ആരാടാ ഏട്ടത്? അതാ കുടിയൻ വേലായുധനെ ഏർപ്പാടാക്കിയത്. ഓ, അതൊരു വല്ലാത്ത ഏർപ്പാടായി പോയി. എന്നിട്ട് അവൻ എന്ത് ചെയ്യടാ? അവനാ ശിങ്കാരി മേളത്തിന്റെ ഇടയ്ക്ക് കിടന്ന് ഡാൻസ് ചെയ്യുന്നത്. ഈ സമയത്ത് അവന്റെ ഒരു ശിങ്കാരി മേളം. ഹലോ ഹലോ, മാല, ബൊക്കെ, പടക്കോ, എപ്പോ, എവിടെ? ഓക്കെ, എത്തി 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 എത്തി. വിളക്ക് കൊണ്ടുവച്ചിട്ട് കത്തിക്കാതെ പോയേക്കുന്ന വെളിവില്ലാത്തവ അതിന് ഞാൻ തന്നെ വേണം. ആടല്ല വിളക്ക്. നിന്നോടാണ് പറഞ്ഞു ഈ വിളക്കൂടെ കത്തിക്കാൻ? വിളക്ക് പിന്നെ കത്തിക്കാനുള്ളതല്ലേ? അത് മന്ത്രിക്ക് കത്തിക്കാനുള്ളതല്ലേ? ആര് കത്തിച്ചാലും ഇത്രയും വെളിച്ചുണ്ടാവും. നിന്നോടാരാടാ പറഞ്ഞു ഈ വിളക്കൂടെ കൊണ്ടുവെക്കാൻ? ചേട്ടനല്ലേ പറഞ്ഞത്? കെടുത്തി വെക്കടാ. കിടത്തി വെച്ചു. എടാ കഴുതേ, കെടുത്തി വെക്കാൻ പറഞ്ഞാ കെടുത്തി വെക്കണം, അല്ലാതെ കിടത്തി വെക്കല്ലേ വേണ്ട മരക്കഴുതേ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്നോട് ആരോടോ ഈ വിളക്ക് കത്തിച്ചു നോക്കാൻ പറഞ്ഞത്? തെണ്ടിത്തരം കാണിച്ചിട്ടൊന്നും ചലക്കില്ല. താൻ ഇങ്ങോട്ട് വന്നു. തന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ രാഘവൻ നായർ തന്നെയല്ലേ? അതെ. പക്ഷെ നാട്ടുകാർ പറയുന്നത് നീ രാമൻ നായരുടെ മകനാണെന്നാ. പക്ഷെ സത്യം എനിക്കറിയാം, നീ തെങ്ങേറ്റക്കാരൻ ചാത്തന്റെ മകനാണെന്ന്. ആഹാ ആഹാ. കേടാ, നിനക്ക് വല്ല കാര്യം ഉണ്ടോടാ ചെറുക്കനെ കൈ തല്ലി മേടിക്കേണ്ട കാര്യം? വേലായുധ, നിന്നോട് ഞാൻ ബലരാശനാണ് മാന്യമാര് വരുന്ന വേദി കള്ള് കുടിച്ചിട്ട് വരരുതെന്ന. ആരാ ഇപ്പൊ ഇവിടെ മാന്യൻ? അതന്നെ, എന്നെ കണ്ട് നിനക്ക് മാന്യമായിട്ട് തോന്നുന്നില്ലേ? ഒരു എന്നാ നിനക്കൊരു സംശയമുള്ളത് പോലെ. ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു മാന്യനുണ്ടെങ്കിൽ അത് താനാണ്. എന്റെ വീടിനടുത്തുള്ള ജാനുണ്ടല്ലോ, ആ ചുറ്റിക്കളി, അവളുടെ വീട്ടിലേക്ക് രാത്രി 12 മണിക്ക് തലക്കെട്ടും കെട്ടി കുറ്റിബീടിയും വലിച്ചുകൊണ്ട് പതുങ്ങി പതുങ്ങി പോവാറുള്ളത് ആരാ? ആരാ? ഈ പാവം മാന്യനല്ല. കുറ്റിബീടിയും വലിച്ചോണ്ടല്ലേ? അത് ചിലപ്പോ വല്ല മിന്നാമിനിങ്ങും ആയിരിക്കും. പിന്നെ തലയെക്കെട്ടൊക്കെയാണല്ലോ സാധാരണ മിന്നാമിന്ന് നടക്കുന്നത്. ചേട്ടാ, നിനക്ക് ആള് മാറിപ്പോയായിരിക്കും. ഒന്നാമത് നീ ഈ പറയുന്ന ജാനുവിന്റെ വീടും എന്റെ വീടും തമ്മിൽ ഏതാണ്ട് 20 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അവിടെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്, അതും പാതിരാത്രിയില്? നല്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും. ഇവിടെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. ഇപ്പൊ ഞാൻ ശല്യമായല്ലേ? മാലയും ബൊക്കയും പടക്കമൊക്കെ വാങ്ങിക്കാൻ ഞാൻ വേണം. എന്നിട്ട് വല്ലതും മേടിച്ചോ? എല്ലാം മേടിച്ചു, പടക്കം കെട്ടി തൂക്കുകയും ചെയ്തു. ഓ, സമാധാനം, അത്രയെങ്കിലും ചെയ്തല്ലോ. പിന്നെ മന്ത്രി വരുമ്പോ ഞാൻ കൂവാ. മന്ത്രി വരുമ്പോ കൂവുന്നത് ശരിയാണോ? മാറി നിന്ന് കല്ലെറിയാം. അതല്ല പറഞ്ഞത്. പടക്കം പൊട്ടിക്കാൻ ഒരു സിഗ്നലായിട്ട് മന്ത്രി വരുമ്പോ ഞാൻ കൂവാവന്ന. അത് ശരി. അപ്പൊ കൂവല് കേൾക്കുമ്പോ ഞാൻ പടക്കം പൊട്ടിക്കണം. അതെ അതെ. അപ്പൊ ഞാൻ കൂവല് കേൾക്കുമ്പോ പടക്കം പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കും. ഓക്കെ ആണല്ലോ. സമയം എന്താ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത്തിരി വെള്ളം അടിക്കുമെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് ചെയ്യും. ചേടാ, പറഞ്ഞ ഈ ഖജാൻജി അവിടെ പോയി കിടക്കുകയാണ്. എടാ സതീശ, എടാ ആ ഖജാൻജി എന്തിനാ? പൊട്ടന് ചെവിയും കേട്ടോടെ. എടാ സതീശ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പൊട്ടിക്കല്?
എങ്ങനെയുണ്ട് എന്റെ പൊട്ടിക്കലേ? എന്തിനാ എന്നെ പൊട്ടിച്ചത്? എടാ മന്ത്രി വരുമ്പോ പടക്കം പൊട്ടിക്കാനല്ല നിന്നോട് പറഞ്ഞത്. കൂവല് കേൾക്കുമ്പോ പൊട്ടിക്കാനല്ല എന്നോട് പറഞ്ഞത്. അതെന്താ? 1-2 എണ്ണം പൊട്ടാൻ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ സമാധാനായി. വിളക്ക് കത്തിച്ചും വെച്ചു, പടക്കം പൊട്ടിച്ചും കളഞ്ഞു. ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ ഈ സ്റ്റേജിൽ കത്തിക്കാൻ ഇറങ്ങിപ്പോടാ. ഞാൻ പണിയെടുത്ത കാശ് തന്നാ പോവാ. കാശ് എന്നാ നീ പോവല്ലോ. കാശ് തന്നാ പോകും. കാശ് എന്നാ പോയിരിക്കണം. പോവും, എന്തായാലും പോകും. അവ കാശ് എന്നാ നീ പോവും. ഞാൻ പോകും. എന്നാ നീ പോകണ്ട. അതെ, കാശില്ല. ആഹാ. അതെ, നീ ഇവിടെ അനങ്ങാനൊന്നോ മാസത്തിലുണ്ട്, വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഈ വേദി ധന്യമാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആ മഹൽ വ്യക്തി നമ്മുടെ ദണ്ഡി ദാമോദരൻ മാഷ്. തെണ്ടി അല്ലടാ, തെണ്ടി. ദണ്ഡി ദാമോദരൻ മാഷ് ദണ്ഡി യാത്രയിലൊക്കെ പങ്കെടുത്ത ആളാ. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഗ്ധോരണി നിങ്ങളുടെ കാതുകളെ കുളിർപ്പിക്കും. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഒരു ഹർഷാരവത്തോടെ. മുണ്ടഴിച്ച ആളുകൾ കാണൂല്ലേ? നമസ്കാരം മാഷേ. മാഷിന്റെ നിർക്കളമായ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ വിചാരിച്ച പണിയെടുത്ത കാശ് തരാൻ പാടും. എന്റെ മുന്നോശ മതി 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 മതി. ഇനി ബബ്ബാന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള കോഴികളും കൂടെ ഇങ്ങോട്ട് കയറി വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ബാഗുകൊണ്ട് ഉദ്ദേശിച്ച അതായിരുന്നല്ലേ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കം ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞോളാം. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിർത്തി